കോഴിക്കോട് കക്കോടിയിൽ വഴിയില്ലാത്തതിനാൽ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ട ഗതികേടിൽ 9ാം ക്ലാസ്സുകാരൻ. ദിവ്യാംഗനായ സൂര്യദേവാണ് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടുന്നത്. ദുർഘടമായ വഴിയിലൂടെ വീൽചെയറിൽ 2.5 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലേക്ക് പോകാൻ ഏറെ പ്രയാസപ്പെടുകയാണ് സൂര്യദേവ്. സേവാഭാരതി പുതിയ വീൽചെയർ സമ്മാനിച്ചെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ റോഡ് സൂര്യദേവിന്റെ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും പേറിയാണ് സൂര്യദേവിന്റെ യാത്ര. വിധി തളർത്തിയ കാലുകൾക്ക് പകരമായി സ്വപ്നത്തിന്റെ ചിറകിലേറിയാണ് മുന്നോട്ടുള്ള ഓരോ ചുവടും. പഠിക്കാൻ മിടുക്കനായ സൂര്യദേവിന്റെ ആഗ്രഹം പൈലറ്റ് ആകണമെന്നാണ്. സ്വപ്നം കണ്ട ആ വലിയ ആകാശം കൈപ്പിടിയിലൊതുക്കാൻ സൂര്യദേവിന്റെ മുന്നിൽ വെല്ലുവിളികളേറെയാണ്. വിഷമമുള്ളത് എനിക്ക് സ്കൂളിൽ പോകാനുള്ള റോഡില്ല. നല്ല റോഡ് വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സ്കൂളിൽ പോകാൻ പഠിക്കണമെങ്കിൽ സ്കൂളിൽ പോകണം. സ്കോളർഷിപ്പ് നേടിയതിനെ കൊണ്ട് എനിക്ക് നല്ലോണം പഠിക്കണം. ഈ റോഡുമ്മ കൂടെ പോകുമ്പോൾ ഈ വീൽ ചെയറും കേടാമെന്നുള്ളൊരു പേടിയുണ്ട്. എനിക്ക് വീൽ ചെയർ കൊണ്ട് പോകാൻ പേടിയാണ്. പിന്നെ വിഗോന്നുള്ളൊരു പേടിയുണ്ട്. ഈ വഴി പെട്ടെന്ന് ശരിയാക്കിയില്ലെങ്കിൽ എനിക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റില്ല. എൻ്റെ പഠിപ്പൊക്കെ മുടങ്ങും. മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച് ഇരുകാലുകളുടെയും സ്വാധീനം നഷ്ടപ്പെട്ട സൂര്യദേവ് കക്കോടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സ്കൂളിൽ പോകാനാണ് സൂര്യദേവിന് ഏറെ ഇഷ്ടം. പക്ഷേ ഈ വഴിയാണ് അതിനെല്ലാം തടസ്സം. ഈ ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് സൂര്യദേവ് ദിവസേന സ്കൂളിലേക്ക് പോകുന്നത്. സൂര്യദേവിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയും അതുതന്നെയാണ്. 2 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിൽ ഈ വഴി താണ്ടി എത്തുക എന്നത് സൂര്യദേവിന് ഏറെ ശ്രമകരമാണ്. വഴി ശരിയാക്കി തരാൻ പഞ്ചായത്തിനോട് അപേക്ഷിച്ചു മടുത്തു ഈ നിർധന കുടുംബം. കൂലിപ്പണിക്കാരനായ സൂര്യദേവിന്റെ പിതാവിന്റെ വരുമാനം മാത്രമാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം. ഈ റോഡുമ്മ കൂടി തന്നെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ഥിതി അതേ സ്ഥിതിയാണ്. അപ്പോൾ ഇനി എനിക്ക് ഒന്നും ഇവിടുന്ന് കിട്ടാനുമില്ല. പക്ഷേ അതിൽ നല്ലത് എനിക്ക് ഈ റോഡൊന്ന് നന്നാക്കി തരണം. അത് പഞ്ചായത്തിലൊന്നും പറഞ്ഞിട്ട് നടക്കുന്നില്ല. 5 കൊല്ലമായി ഞാൻ ഈ മെമ്പറോട് തന്നെ പറയുന്നു, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഇവരിപ്പോൾ പറയുന്ന ഫണ്ടില്ല എന്നാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. കാരണം എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടൂല. കുണ്ടും കുഴിയും നിറഞ്ഞ വഴി കാരണം സൂര്യദേവിന്റെ വീൽചെയർ കേടായതോടെ ഒരാഴ്ചയിലേറെയാണ് സ്കൂളിലേക്കുള്ള പോക്ക് മുടങ്ങിയത്. സേവാഭാരതി പുതിയ വീൽചെയർ എത്തിച്ചു നൽകിയപ്പോഴാണ് സ്കൂളിലേക്ക് വീണ്ടും പോയി തുടങ്ങിയത്. പക്ഷേ ഇതിന് എത്ര നാളെന്ന ആശങ്കയിലാണ് സൂര്യദേവ്. ഈ വഴിയിലൂടെയാണ് യാത്രയെങ്കിൽ വീൽചെയർ ഇനിയും പണി മുടക്കും, പഠിപ്പ് മുടങ്ങും. അതിനിയും ഉണ്ടായാൽ ഈ കൊച്ചുമിടുക്കനത് താങ്ങാനാവില്ല. സൂര്യദേവിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണം. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അനഘ ഹർഷൻ, ജനം.